ഡൽഹി ഇത്തവണ പിടിച്ചേ അടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച ബിജെപിക്ക് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? അത് വിദ്വേഷ പ്രാസംഗികൻ രമേശ് ബിധൂഡിയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ പരിഹസിക്കുന്നു. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് ബിജെപി മറുപടി പറഞ്ഞിട്ടില്ല. മുൻ മുഖ്യമന്ത്രി മദൻലാൽ ഖുറാനയുടെ മകൻ മുതൽ സുഷമ സ്വരാജിന്റെ മകൾ വരെ അരഡസൻ പേരുകൾ അന്തരീക്ഷത്തിലുണ്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരമാണ് ന്യൂഡൽഹി സീറ്റിൽ. അവിടെ അരവിന്ദ് കെജ്രിവാളിനെ നേരിടുന്നത് രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളാണ്. മറ്റൊരു മുഖ്യമന്ത്രിയുടെ മകൻ കൂടി ബിജെപിക്കായി മത്സരിക്കുന്നു. ഒപ്പം NDAയുടെ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ മകളും. അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്നത് പർവേഷ് വർമ്മയാണ്. മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ ഈ മകനാണോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് BJP പറയുന്നില്ല. കാരണം എതിരാളി കെജ്രിവാൾ മാത്രമല്ല എന്നതാണ്. മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇരുവരെയും മറികടന്ന് ജയിച്ചു വന്നാൽ പർവേഷ് വർമ്മ പരിഗണിക്കപ്പെടാമെന്നല്ലാതെ മുൻകൂട്ടി പറഞ്ഞാൽ കുഴപ്പത്തിലാകും. മുൻ മുഖ്യമന്ത്രി മദൻലാൽ ഖുറാനയുടെ മകൻ ഹരീഷ് ഖുറാന മോത്തിനഗറിലാണ്. അവിടെയും കടുപ്പമാണ് കാര്യങ്ങൾ. ആം ആദ്മി പാർട്ടിക്കായി ശിവചരൺ ഗോയലും കോൺഗ്രസിനായി രാജേന്ദ്ര നാംധാരിയും മത്സരിക്കുന്നു. എങ്ങാനും ജയിച്ചു വന്നാൽ പരിഗണിക്കുമെന്നല്ലാതെ ഹരീഷ് ഖുറാനയുടെ കാര്യത്തിലും ഒന്നും ഇപ്പോൾ പറയാനാവില്ല. ഇതിനിടെയാണ് കെജ്രിവാൾ കഥയാകെ മാറ്റിയത്. മുഖ്യമന്ത്രി അതിഷി സിംഗിനെതിരെ മത്സരിക്കുന്ന രമേശ് ബിധൂഡിയാണ് BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്നായിരുന്നു ആദ്യ ട്രോൾ. ഡൽഹിയിൽ മത്സരിക്കുന്നവരിൽ സീനിയർ എന്ന നിലയിൽ പരിഗണിക്കപ്പെടാവുന്ന പേരാണ് രമേശ് ബിധൂഡിയുടേത്. 2 വട്ടം നിയമസഭയിലേക്കും 2 വട്ടം ലോക്സഭയിലേക്കും ജയിച്ചത് ഡൽഹിയിൽ നിന്ന് തന്നെ. ഇത്തവണ കേന്ദ്രമന്ത്രിയാകുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് MP പോലും ആകാൻ അനുവദിക്കാതെ BJP പേര് വെട്ടിയത്. BSPയുടെയും പിന്നീട് കോൺഗ്രസിന്റെയും നേതാവായ ഡാനിഷ് അലിക്കെതിരായ വംശീയ പരാമർശങ്ങളാണ് ബിധൂഡിക്ക് ബൂമറാങ്കായത്. ഇത്തവണ വയനാടിന്റെ MP പ്രിയങ്ക ഗാന്ധിക്കെതിരെയായിരുന്നു അധിക്ഷേപം. അതിന് മാപ്പ് പറഞ്ഞതിനൊപ്പം എതിർ സ്ഥാനാർത്ഥി അതിഷിക്കെതിരെ പറഞ്ഞതിനും മാപ്പെഴുതി പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. എന്നിട്ടാണ് ഇപ്പോൾ മത്സരത്തിൽ തുടരുന്നത്. ഇതോടെ കെജ്രിവാൾ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബിധൂഡിയെ പ്രഖ്യാപിച്ചു. BJPയുടെ സമീപകാല ചരിത്രം നോക്കിയാൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന സമിതിയിലെ അംഗം ബാൻസൂരി സ്വരാജ് MPയും മുഖ്യമന്ത്രിയാകാം. സുഷമ സ്വരാജിന്റെ മകൾക്ക് ഡൽഹിയിലുള്ള സ്വീകാര്യത മുന്നോട്ടുള്ള യാത്രയിലും ഗുണം ചെയ്യുമെന്ന് കരുതുന്നവർ പാർട്ടിയിലുണ്ട്. ആം ആദ്മി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വന്ന 1 ഡസൻ മുതിർന്ന നേതാക്കൾ വേറെയുമുണ്ട്. ഇനി ഭരണം കിട്ടുമെന്ന തോന്നൽ BJPക്ക് ഇല്ലേ എന്ന ചോദ്യവും ഇതിനിടെ കോൺഗ്രസും AAPയും ഉയർത്തുന്നുമുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് മലയാളം.